മധ്യകേരളം ഏറെക്കുറെ പൂർണ്ണമായും UDF തൂത്തുവാരുകയായിരുന്നു. കോട്ടയം, എറണാകുളം, വയനാട്, ഇടുക്കി ജില്ലകളിലെ മുഴുവൻ സീറ്റുകളും UDFിനൊപ്പം നിൽക്കുന്നതാണ് ഇന്ന് കേരളം കണ്ടത്. മത്സരിച്ച 8 സീറ്റിൽ 7 നേടി കേരള കോൺഗ്രസ് മുന്നണിയിലെ 3ാം സ്ഥാനം ഉറപ്പിച്ചു. കൊച്ചിയിൽ നിന്ന് MK ഷുക്കൂർ തയ്യാറാക്കിയ റിപ്പോർട്ട്. മധ്യ കേരളത്തിലെ 5 ജില്ലകളിലെ 50 സീറ്റുകളിൽ മിന്നുന്ന പ്രകടനമാണ് UDF കാഴ്ചവെച്ചത്. ഈ 50 സീറ്റുകളിൽ കഴിഞ്ഞ തവണ 16 സീറ്റുകൾ മാത്രമാണ് UDFിനുണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ അത് 38 സീറ്റായി വർദ്ധിപ്പിക്കാൻ UDFിന് സാധിച്ചു. UDFിന്റെ ശക്തി ദുർഗങ്ങളെന്നറിയപ്പെടുന്ന ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലകളിൽ മുഴുവൻ സീറ്റുകളും നേടാൻ UDFിന് സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് 102 സീറ്റ് എന്ന വലിയ ടാലിയിലേക്ക് UDFിനെ എത്തിക്കാൻ മധ്യ കേരളത്തിലെ പ്രകടനം സഹായിച്ചു എന്ന് പറയുന്നത്. തൃശ്ശൂർ ജില്ല മാത്രമാണ് UDFിനെ സംബന്ധിച്ച് വലിയ സന്തോഷം പകരാത്ത പ്രകടനം നടത്തിയ ജില്ല എന്ന് പറയുന്നത്. 13 മണ്ഡലങ്ങളിൽ കേവലം 4 മാത്രമാണ് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ തവണ ഒരിടത്ത് മാത്രമാണ് ജയിച്ചതെങ്കിൽ പോലും ഇത്ര വലിയൊരു തരംഗം വന്നപ്പോൾ അത് ഏശാതെ പോയ ജില്ല തൃശ്ശൂരാണ് എന്ന് പറയാൻ കഴിയും. TN പ്രതാപനെ പോലെയുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് 126 വോട്ടുകൾക്ക് മണലൂരിൽ പരാജയപ്പെട്ടു. അദ്ദേഹം റീകൗണ്ടിംഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന ഗുരുവായൂർ മണ്ഡലത്തിൽ അവസാന നിമിഷം വരെ വലിയ പോരാട്ടം നടത്തിയെങ്കിലും 1998 വോട്ടുകൾക്ക് UDF അവിടെ പരാജയപ്പെട്ടു. അത് UDFിനെ സംബന്ധിച്ച് ഒരു ആഘാതമായി. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അത് വലിയ പ്രതീക്ഷകൾ നൽകിയ ഒരു മത്സരമായിരുന്നു. അത് പക്ഷേ അവർക്ക് അവസാന നിമിഷത്തിൽ ആ മണ്ഡലം കൈവിടേണ്ടി വന്നു. എറണാകുളം ജില്ലയെ സംബന്ധിച്ച് 14 സീറ്റിൽ 14 UDFിന് വിജയിക്കാൻ സാധിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മന്ത്രി P. രാജീവ് കളമശ്ശേരിയിൽ പരാജയപ്പെട്ടു. മുസ്ലിം ലീഗിലെ താരതമ്യേന ഏറ്റവും പുതുമുഖം എന്നൊക്കെ പറയാവുന്ന കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരിച്ചെങ്കിൽ പോലും V. അബ്ദുൽ ഗഫൂർ എന്ന സ്ഥാനാർത്ഥിയോടാണ് മുസ്ലിം ലീഗിലെ സ്ഥാനാർത്ഥിയോടാണ് P. രാജീവ് പരാജയപ്പെട്ടത്. മറ്റൊന്ന്, കൊച്ചി മണ്ഡലം വലിയ തോതിൽ ചർച്ചയായ ഒരു മണ്ഡലമാണ്. എറണാകുളത്ത് UDFിന്റെ പ്രചരണം പാളി എന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ട മണ്ഡലത്തിൽ മറ്റു മണ്ഡലങ്ങളിലെല്ലാം 15,000-ന് മുകളിലാണ് എറണാകുളത്തെ ഭൂരിപക്ഷം. 50,000 വരെ ഉയർന്ന തൃക്കാക്കര അടക്കമുള്ള മണ്ഡലങ്ങളെ വെച്ച് നോക്കുമ്പോൾ കൊച്ചിയിൽ ആ ഭൂരിപക്ഷം UDFിന് നേടാൻ കഴിഞ്ഞില്ല. കേവലം 8,000 വോട്ടുകൾ മാത്രമാണ് കൊച്ചിയിലെ ഭൂരിപക്ഷം. ഒരുപക്ഷെ എറണാകുളത്ത് വീശിയടിച്ച UDF തരംഗം കൊച്ചി മണ്ഡലത്തിൽ ഏശിയില്ല എന്ന് പറയാം. പ്രചാരണത്തിൽ വന്ന പാളിച്ച, ലത്തീൻ സഭാ വോട്ടുകളുടെ ചോർച്ച, അതുപോലെ തന്നെ നേതാക്കന്മാരിൽ ചിലർ അവരുടെ പ്രചരണവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ വരുത്തിയ വീഴ്ച, അങ്ങനെ പല ഘടകങ്ങൾ കൊണ്ടാണ് ഈ കൊച്ചി മണ്ഡലത്തിലെ ഈ ഭൂരിപക്ഷം കുറഞ്ഞതെന്നാണ് പൊതുവായി വിലയിരുത്തുന്നത്. മറ്റൊന്ന്, കോട്ടയം ജില്ലയാണ്. കോട്ടയത്തിൽ 9 സീറ്റും UDFിന് വിജയിക്കാൻ കഴിഞ്ഞു. ആലപ്പുഴയിലും വലിയ മുന്നേറ്റമാണ് UDF നടത്തിയത്. 3 സീറ്റുകളിൽ, നേരത്തെ 1 സീറ്റാണ് ഉണ്ടായിരുന്നത്, 3 സീറ്റുകൾ വിജയിക്കാൻ കഴിഞ്ഞു. അമ്പലപ്പുഴയിൽ G. സുധാകരൻ വിജയിച്ചു. ഒപ്പം തന്നെ AD തോമസ് ആലപ്പുഴയിൽ പുതുമുഖമായ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് അവിടെ വിജയിച്ചു. അങ്ങനെ നോക്കുമ്പോൾ മധ്യ കേരളത്തിൽ ഇടുക്കി ജില്ല കൂടി പറയുകയാണെങ്കിൽ ഇടുക്കിയിൽ 5 സീറ്റും വിജയിച്ചു. PJ ജോസഫിൻ്റെ മകൻ അപ്പു ജോസഫ് തൊടുപുഴയിൽ വിജയിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കിയിൽ തോറ്റു. ആ അർത്ഥത്തിൽ വലിയ മുന്നേറ്റമാണ് മധ്യ കേരളത്തിൽ UDF നടത്തിയത്. എല്ലാ മണ്ഡലങ്ങളിലും ആധികാരികമായ ഒരു വിജയം അവർക്ക് നേടാനായി. ആലപ്പുഴ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ആലപ്പുഴയും തൃശ്ശൂരും ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ജില്ലകളിൽ എല്ലാം തന്നെ തൂത്തുവാരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് മധ്യ കേരളത്തിൽ ഉണ്ടായത്.